കുറെ കാലം ശ്രീനിവാസന്റെ സമ്പത്തിയെ കടന്ന് തിന്നതല്ലേ. ഒരു ദിവസം അവളുമാര് പട്ടിണി കിടക്കട്ടെ. മാഡം, കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച വഴിക്ക് വന്നാലും മുഴുവൻ സ്വത്തും അവളുമാരുടെ പേരില. എന്റെ ഈശ്വര, എന്തിനാ ഇതൊക്കെ കാണിക്കാൻ എന്നെ ബാക്കി വെച്ചേക്കുന്നത്? ജീവിതത്തിൽ എത്രയോ കാലം അവൻ ഈ കിടപ്പ് കിടന്നിട്ടുണ്ട്. എന്നിട്ടും മതിയായില്ലേ ശത്രുക്കൾക്ക്? ദൈവത്തിന് ഒരു കരുണയില്ല. കിടന്നാൽ ഉറക്കം പോലും കിട്ടുന്നില്ല. കണ്ണടച്ച അവന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. അവൻ ഇവിടുന്ന് കൊണ്ടുപോയ നിമിഷം മുതൽ എന്റെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ മോളെ. ഒന്നും തലയിൽ നിൽക്കുന്നു പോലുമില്ല. മൂർത്തി വിളിച്ചപ്പോഴും വക്കീല് വിളിച്ചപ്പോഴും ഒക്കെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അവന് ഞാൻ ചേച്ചി ആയിരുന്നില്ലല്ലോ, അമ്മയായിരുന്നില്ലേ അമ്മ. അമ്മായി, എനിക്കറിയാം മോളെ. മോളെ, മോള് വിഷമിക്കണ്ട കേട്ടോ. ഈ ലോകത്തുള്ള ഏത് വക്കീലിനെ കൊണ്ടു ചെന്നിട്ടാണെങ്കിലും മോളുടെ അച്ഛൻ ഈ അമ്മായി രക്ഷിക്കും. നാളെ ഞാൻ പോയി കണ്ടോളാം അവനെ. ഞാൻ സമാധാനിപ്പിച്ചോളാം എന്റെ അനിയൻ കുട്ടനെ. എന്റെ പൊന്നു ദൈവമേ, എന്റെ അനിയൻ കുഞ്ഞിന്റെ മനസ്സിന് ഒരു ക്ഷീണവും തട്ടല്ലേ. ആർക്കും അതിന്റെ വേദന പറഞ്ഞ മനസ്സിലാവൂല. ഭർത്താവും മോനും ഒക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അവന്റെ കൂടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ അനിയൻ കുട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അമ്മയ്ക്ക് തലയ്ക്ക് നല്ല പെരുപ്പ് തുടങ്ങി മോളെ. കുറച്ചു നേരം ഞാനൊന്ന് കിടന്നോട്ടെ. എന്നെ കഴിക്കാനൊന്നും വിളിക്കല്ലേ, എനിക്ക് ഒരു വറ്റിറങ്ങൂല. എന്റെ ചങ്കിന് അത്ര വേദനയാ മോളെ. എന്റെ അനിയൻ കുഞ്ഞ്, അമ്മായി, അനിയൻ കുഞ്ഞ്. ഒന്നും കഴിച്ചില്ലല്ലോ മോള്, ഇത് കഴിക്കേ. അമ്മയ്ക്ക് എന്താ വല്ലാത്ത ക്ഷീണം പോലെ? ഒന്നുമില്ല. അല്ല, മുഖത്ത് വല്ലാത്ത തളർച്ചയുണ്ടല്ലോ. അമ്മ കാര്യമായിട്ട് വല്ല പണിയെടുത്തോ? ഇവിടെ എന്ത് പണിയെടുക്കാനാ? നീ പോയപ്പോ മുതല് ഞാൻ ഉമ്മർത്ത് വന്നിരിക്കുകയായിരുന്നു. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഇതുപോലത്തെ ഗതികേടാണല്ലോ മോളെ. വേണ്ട അമ്മ, പറഞ്ഞു കരയാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അമ്മ കൂടുതൽ വിഷമിക്കല്ലേ. മോളിതെടുത്ത് കഴിക്കേ. അച്ഛനാ കിടപ്പ് കിടക്കുന്നത് കാണുമ്പോ എനിക്ക് ഇറങ്ങില്ല. അമ്മായി പറഞ്ഞത് കേട്ടില്ലേ, ഒന്നും കഴിക്കുന്നില്ല എന്ന്. ഞാനും കഴിക്കുന്നില്ല അമ്മേ. അമ്മയെ വിഷമിപ്പിക്കല്ലേ മോളെ. എന്നെ ഇത്രയും നിർബന്ധിക്കുന്നുണ്ടല്ലോ, അമ്മ കഴിച്ചോ? ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കുകയില്ല. അമ്മയ്ക്ക് കൂടി എന്തേലും വന്നാല് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അമ്മ കഴിക്കുമെങ്കിൽ ഞാനും കുറച്ച് കഴിക്കാം. കഴിക്കുമോ? കഴിക്കും മോളെ.
ഇരിക്കമ്മേ. വേണ്ടമ്മേ, മതി. പിന്നെ അവൻ ജയിലിൽ കിടക്കണതിന്റെ പേരില് ഞാൻ പട്ടിണി കിടക്കാൻ പോവല്ലേ? ഹലോ. ആ മാഡം, കൃഷ്ണ തിരിച്ചെത്തിയില്ലേ? വന്നു. എന്റെ മൂർത്തി, അവളുടെ മുന്നിൽ വെച്ചൊന്ന് കണ്ണീര് വരുത്താൻ ഞാൻ പെട്ട പാട്. പക്ഷെ അവള് വിശ്വസിച്ചു. എന്നേക്കാ കൂടുതൽ അവള് കരയുകയും ചെയ്തു. പിന്നെ പോലീസ് സ്റ്റേഷനിലെ പെരുമാറ്റത്തില് കൃഷ്ണയുടെ സ്നേഹം പിടിച്ചെടുക്കാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പം നടക്കും. ആ മാഡം ഭക്ഷണം കഴിച്ചോ? ഞാനിവിടെ മുറിക്കകത്തിരുന്ന് കഴിച്ചോണ്ടിരിക്കാം മൂർത്തി. അവളുമാര് ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അനിയൻ കുഞ്ഞിന് വേണ്ടി പട്ടിണി കിടക്കാണെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അത് നന്നായി. അവളുമാര് കഴിക്കില്ല, ഇന്ന് പട്ടിണിയായിരിക്കും. കൊറേ കാലം ശ്രീനിവാസന്റെ സമ്പത്തിയെ കടന്ന് തിന്നതല്ലേ. ഒരു ദിവസം അവളുമാര് പട്ടിണി കിടക്കട്ടെ. മാഡം, കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച വഴിക്ക് വന്നാലും മുഴുവൻ സ്വത്തും അവളുമാരുടെ പേരില.